ഇസ്രായേൽ ഇതുവരെ മൂന്നാം ക്ഷേത്രം നിർമ്മിച്ചിട്ടില്ല, പക്ഷേ അത് ബൈബിൾ പ്രവചനങ്ങളുടെയും അന്ത്യകാല പ്രതീക്ഷകളുടെയും ഒരു പ്രധാന ഭാഗമായി തുടരുന്നു. ദാനിയേൽ പുസ്തകം യാഗങ്ങൾ നിർത്തലാക്കുന്ന ഒരു ഭാവി സമയത്തെ സൂചിപ്പിക്കുന്നു, അതായത് പ്രവർത്തനക്ഷമമായ ഒരു ക്ഷേത്രം ഉണ്ടായിരിക്കണമെന്ന് സൂചിപ്പിക്കുന്നു. അതുപോലെ വെളിപാട് പുസ്തകം അപ്പോസ്തലനായ യോഹന്നാനോട് ദൈവത്തിന്റെ ആലയം അളക്കാൻ പറഞ്ഞതായി കാണിക്കുന്നു. ഇത് അന്ത്യകാലത്ത് ഒരു ക്ഷേത്രത്തിന്റെ നിലനിൽപ്പിനെ സൂചിപ്പിക്കുന്നു. ഒന്നാം ക്ഷേത്രം സോളമൻ നിർമ്മിക്കുകയും ബാബിലോണിയക്കാർ നശിപ്പിക്കുകയും ചെയ്തു. AD 70 റോമാക്കാർ രണ്ടാമത്തെ ക്ഷേത്രം പുനർനിർമ്മിക്കുകയും പിന്നീട് നശിപ്പിക്കുകയും ചെയ്തു. മിശിഹായുടെ തിരിച്ചുവരവിനു മുമ്പ് അതേ സ്ഥലത്ത് ജെറുസലേമിലെ ക്ഷേത്രപർവ്വതത്തിൽ ഒരു മൂന്നാം ക്ഷേത്രം നിർമ്മിക്കപ്പെടുമെന്ന് പല ജൂതന്മാരും ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നു. ജെറുസലേമിലെ ക്ഷേത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് മൂന്നാം ക്ഷേത്രത്തിനായി സജീവമായി ഒരുങ്ങുകയാണ്. ബൈബിൾ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അവർ ക്ഷേത്രപാത്രങ്ങൾ, പുരോഹിത വസ്ത്രങ്ങൾ, മറ്റു വസ്തുക്കൾ എന്നിവ പുനർനിർമ്മിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും നിലവിൽ ഇസ്ലാമിക പുണ്യസ്ഥലങ്ങൾ ടെമ്പിൾ മൗണ്ട് കൈവശപ്പെടുത്തിയിരിക്കുന്നതിനാൽ നിർമ്മാണം വളരെ സെൻസിറ്റീവും വിവാദപരവുമാക്കുന്നു. ഇതൊക്കെയാണെങ്കിലും ദാനിയേലിലെയും വെളിപാടിലെയും പ്രവചനങ്ങളുടെ നിവൃത്തി ദേവാലയ പുനർനിർമ്മാണത്തെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് പലരും വിശ്വസിക്കുന്നു. അന്ത്യകാലം അടുത്തുവരുന്നതിന്റെ ഒരു പ്രധാന അടയാളമായി ഇത് കണക്കാക്കപ്പെടുന്നു.